ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചൈനീസ് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നാൽ ഇത് നമുക്ക് തയ്യാറാക്കാം. ഞാനിവിടെ 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. 6 ടേബിൾ സ്പൂൺ സോയാ സോസ്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ചിക്കനിൽ ഈ സോയ സോസും കുരുമുളക് പൊടിയും കോൺഫ്ലവറും ഒക്കെ നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ വെക്കാം. ഏകദേശം ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും ഈ മസാലയെല്ലാം ഇതിനകത്ത് നന്നായിട്ട് പിടിച്ച് കിട്ടും. ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ചിക്കനാണ്. ഒരു 10 മിനിറ്റ് മതിയാവും ഒരു വശം ഒന്ന് പൊള്ളി വരാൻ വേണ്ടി. ഏകദേശം ഒരു 10 മിനിറ്റ് ആയപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിടാം. ചിക്കൻ വെന്ത് വരുന്നതിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ചിക്കൻ്റെ ഇരുവശങ്ങളും നന്നായിട്ട് വെന്ത് പൊള്ളി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീയെന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. 3 കപ്പ് കഴുകിയെടുത്ത ബസുമതി റൈസിലേക്ക് 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് ബസുമതി റൈസ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അരിയിലേക്ക് ഓരോ ടീസ്പൂൺ വീതം നെയ്യും ഉപ്പും ചേർക്കാം. അരി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം റൈസ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ബസുമതി റൈസ് ഒന്ന് നോക്കാം. അടിപൊളിയായിട്ട് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വെക്കാം. വെജിറ്റബിൾ എല്ലാം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ 3 സവോള അരിഞ്ഞത്, ഇതിലേക്ക് ഇനി 1 കപ്പ് ക്യാരറ്റ് അരിഞ്ഞത്. സവോളയ്ക്കും ക്യാരറ്റിനും ഏകദേശം ഒരു വേവാണ്, അതുകൊണ്ട് ഇത് രണ്ടും ഒന്നിച്ച് വഴറ്റിയെടുക്കാം. ക്യാരറ്റും സവോളയും ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 കപ്പ് ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസിന് പകരം നമുക്ക് ബീൻസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 1 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്. ഗ്രീൻ പീസും ക്യാപ്സിക്കം നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് അധികം വേവിച്ച് കുഴച്ച് കളയേണ്ട കാര്യമില്ല, ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടിയാൽ മതിയാവും. ക്യാപ്സിക്കവും ഗ്രീൻ പീസും ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. വെജിറ്റബിൾ ഒന്ന് വെന്ത് വരുമ്പോൾ 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെജിറ്റബിളിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇതുപോലെ നന്നായിട്ട് വെജിറ്റബിളിൽ ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ചെറു ചൂടോടുകൂടി നമുക്ക് ബസുമതി റൈസിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ചൈനീസ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്ക് റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. വെജിറ്റബിളും ചിക്കനും നന്നായിട്ട് ഇങ്ങനെ റൈസിൽ മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ചൈനീസ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം.